ഈ പ്രീ മൺസൂൺ മഴയുടെ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് നമുക്കിപ്പോ 2-3 ദിവസമായിട്ട് കിട്ടുന്ന മഴ. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് ഈ കാറ്റിന്റെ ഗതിയിൽ വ്യത്യാസം വന്നു. അതായത് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് നിന്നാണ് ഇപ്പൊ കാറ്റ് വരുന്നതും മോയ്സ്ചർ, അതായത് നീരാവി വന്ന് ഇവിടെ മേഘങ്ങളുണ്ടാവും. നമുക്ക് ക്ലാസിക്കലായിട്ടുള്ള ഒരു മൺസൂൺ ഓൺസെറ്റ് കണ്ടീഷൻസിന്റെ ഒരു സൂചനയാണ് ഇപ്പൊ കാണുന്നത്. ഇപ്പോ ഈ പ്രീ മൺസൂണും മൺസൂണും തമ്മിലുള്ള ആ ഒരു വേർതിരിവൊക്കെ കുറഞ്ഞു വരികയാണ്. കാരണം ഗ്രാജുവലായിട്ട് മൺസൂണിലേക്ക് കടക്കുന്ന ഒരു രീതിയാണ് കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുവരുന്നത്. ഇപ്പോ കഴിഞ്ഞ 2 ദിവസമായിട്ട് തന്നെ മൺസൂൺ മഴയെ പോലെയുള്ള മഴകൾ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ വൈകുന്നേരം കൊച്ചിയിൽ പെയ്തിട്ടുണ്ട്. ഇന്ന് എറണാകുളത്ത് രാവിലെ വെളുപ്പിന് 4 മണി മുതൽ മൺസൂൺ ഷവേഴ്സിന് തുല്യമായിട്ടുള്ള മഴയാണ് പെയ്തത്. അത് മാത്രവുമല്ല, 9 മണിക്ക് ശേഷം ഈ മൺസൂൺ മഴയ്ക്ക് സമാനമായിട്ടുള്ള മഴ എറണാകുളത്ത് പെയ്തിട്ടുണ്ട്. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഈ മൺസൂൺ കാലവർഷം എന്നുള്ളതിന്റെ ഡിക്ലറേഷന് വേണ്ടിയുള്ള പാരാമീറ്റേഴ്സിൽ നല്ലൊരു മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 4-5 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് കാലാവസ്ഥ ഏജൻസികൾ മൺസൂൺ എത്തിയെന്ന് ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് മൺസൂൺ മഴ എത്തിയെന്നത്. കാറ്റ്, മൺസൂൺ എന്ന് പറയുന്ന കാറ്റാണ്. 2000 വർഷമായിട്ട് പഴയ കപ്പലോട്ടക്കാര് ഈ മൺസൂൺ കാറ്റിനെയാണ് കേരള തീരത്തേക്ക് എത്താനായിട്ട് ഉപയോഗിച്ചിരുന്നത്. കാരണം നേരെ കേരള തീരത്തിലേക്ക് എത്തും, നല്ല ശക്തമായ കാറ്റും ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് കാറ്റിന്റെ ശക്തി വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ ആർത്തലച്ച് പെയ്യുന്ന മഴ ഇതുവരെ രേഖപ്പെടുത്താത്തത്. അതിനിപ്പോ 4-ാം തീയതി ഉച്ചവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതുവരെ ഈ രീതിയിലുള്ള ഷോർട്ട് ബേഴ്സ് ആയിരിക്കും പലയിടത്തും ഉണ്ടാകാൻ പോകുന്നത്. 4-ാം തീയതിക്ക് ശേഷം കാറ്റിന്റെ വേഗത കൂടുകയും പടിഞ്ഞാറൻ കാറ്റ്, തെക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെയൊക്കെ വേഗത കൂടി വളരെയധികം മേഘഭാഗങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് എത്തുകയും നല്ല മഴയ്ക്ക് കാരണമാവുകയും ചെയ്യും. അപ്പൊ ഇന്ന് രാവിലത്തെ മഴയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ക്ലാസിക്കലായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഇടിമിന്നൽ എന്ന് പറയുന്നത് വളരെ അടുത്തായിട്ടാണ് ഉള്ളത്. അതായത് ആ തണ്ടർ ക്ലൗഡ്സ് ഉണ്ടായത് വളരെ അടുത്താണ്. അപ്പോ അത്തരത്തിലുള്ള ഒരു ഇടിമിന്നലാണ് ഉണ്ടായത്. അപ്പൊ അതൊരു ക്ലാസിക്കലായിട്ട് ഈ ഇതിന്റെ സൂചനയാണ്, അതായത് മൺസൂണിലേക്ക് കടക്കുന്നതിന്റെ ഒരു സൂചനയാണത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള, അതായത് വളരെ നേരമൊന്നും നീണ്ടു നിൽക്കാതെ ചിലപ്പോൾ ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ ഒക്കെ നീണ്ടു രീതിയിൽ നിൽക്കുന്ന മഴയായിരിക്കും പലയിടത്തും ഈ 2-3 ദിവസത്തേക്ക് രേഖപ്പെടുത്താൻ പോകുന്നത്. പിന്നീട് ക്ലാസിക്കൽ മൺസൂൺ മഴ പെയ്യും. അപ്പൊ അത് 4-ാം തീയതി ഉച്ചവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഏതായാലും ഇപ്പൊ ഈ സ്വെല്ല് എന്ന് പറയുന്ന കടലിൽ അങ്ങനെ ഒരു പ്രതിഭാസമുണ്ട്. ഈ മൺസൂണിന്റെ കണ്ടീഷൻ വരുന്നതിനനുസരിച്ച് ദൂരെ നിന്നുള്ള തിരമാലകൾ വരികയും അത് അപകടത്തിന് കാരണമാവുകയും ചെയ്യും. അപ്പൊ കടലിലേക്കൊന്നും ഈ സമയത്ത് ഇറങ്ങാതിരിക്കുക. അല്ലാതെയുള്ള കുറച്ചൊക്കെ യാത്രകളാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ തീർച്ചയായും ഈ തീരപ്രദേശങ്ങളിലെല്ലാം ശക്തമായ തിരമാലകൾക്കും ഒപ്പം കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടല്ലേ? അതിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ എപ്പോ ഉണ്ടാകുന്ന നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല. അതിന് ഈ ഫിഷർമെൻ, മത്സ്യത്തൊഴിലാളികൾ ഇത് സൂക്ഷിക്കുക. കാരണം അവർക്ക് കണ്ടറിയാം. അവർക്ക് ഇതിന്റെ ഒരു എത്രയോ വർഷങ്ങളായിട്ട് ഇത് കണ്ടുവരുന്നില്ല, എത്രയോ തലമുറകളായിട്ട് അവർ അനുഭവിച്ചു വരുന്നതാണ്. അപ്പൊ ആ ഒരു കടൽക്ഷോഭം ഉണ്ടാകുന്നത് അവർക്ക് അറിയാൻ പറ്റും. ഈ രീതിയിലുള്ള തെക്ക് പടിഞ്ഞാറ് നിന്നുള്ള ആ ഒരു കാറ്റിന്റെ പ്രഭാവത്താൽ ഈ രീതിയിലുള്ള വലിയ തിരമാലകൾ ഉണ്ടാകുന്ന എന്ന് പറയാൻ ശക്തമായ തിരമാലകൾ ഉണ്ടാകുന്നവർക്ക് അറിയാം. അപ്പൊ അത് ഈ സ്വെല്ല് എന്നാണ് പറയുന്നത്. അതിപ്പോ കേരള തീരത്ത് കാണാൻ പറ്റും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകും. ഈ ആഴ്ച കാണാം. അപ്പൊ അത് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് കടലുകാട്ടി യാതൊരു പരിചയമില്ലാത്തവര് ഈ തിരമാല കൊള്ളാനൊക്കെ പോകുമ്പോൾ അത് സൂക്ഷിക്കുക. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കടലിന്റെ പ്രകൃതം അല്ലായിരിക്കും ഈ വർഷം, ഈ ആഴ്ചയിൽ. അപ്പൊ അതുകൊണ്ട് അത് സൂക്ഷിക്കണം. പിന്നീട് മറ്റ് കഴിവത് യാത്രകൾ ഒഴിവാക്കുക. പക്ഷെ അത്യാവശ്യം എന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യാം. മലമ്പ്രദേശത്തേക്കൊക്കെ ഇനിയിപ്പോ കുറച്ച് നാളത്തേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കിഡിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഇതിനകത്ത് മഴ പെയ്ത് കഴിയുമ്പോൾ ആളുകൾ ഡിസ്ട്രാക്റ്റഡ് ആവും, വണ്ടി ഓടിക്കുന്നവര്. കാരണം നമ്മുടെ ദൃഷ്ടിയിൽ കുറവുണ്ടാകുകയാണല്ലോ മഴ പെയ്യുമ്പോൾ. നമ്മളിപ്പോ വൈപ്പർ ഇട്ടു എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ മോട്ടോർ സൈക്കിളിൽ പോവുകയാണെങ്കിലും നമ്മുടെ ഡിസ്ട്രാക്റ്റഡ് ആവും. അപ്പൊ ആ ഡിസ്ട്രാക്ഷൻ കുറയ്ക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമ്മൾ അത്യാവശ്യമുള്ള യാത്രകൾ മാത്രം ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ വളരെ അത്യാവശ്യമാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. കാരണം ഇനി അത്തരത്തിലുള്ള ഒരു അവസ്ഥകളാണ് ഇനിയിപ്പോ കടന്നു വരാൻ പോകുന്നത്.
മൺസൂൺ മഴയെ പരമാവധി ഉപയോഗിക്കുക. അതായത് ഈ ഇപ്പോൾ കാലവർഷം പടിഞ്ഞാറൻ കാറ്റൊക്കെ ദുർബലമായതുകൊണ്ട് തന്നെ കാലവർഷം വൈകുന്നു എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ നമ്മൾ മെയ് അവസാനത്തോടെ തന്നെ കാലവർഷം എത്തുന്ന ഒരു രീതിയായിരുന്നു കണ്ടുവന്നിരുന്നത്. പക്ഷെ ഇത്തവണ ജൂൺ 4 ശേഷമാണ് കാലവർഷം സജീവമാകുന്നു എന്ന് പറയുന്നത്. അത്തരത്തിലൊരു കാലാവസ്ഥ മാറ്റം, അതിനുള്ളൊരു പ്രധാന കാരണം എന്താണ്? അല്ലെങ്കിൽ ഇത് തന്നെയാണോ യഥാർത്ഥ ഒരു സമയം? ശരിക്കും ഒരു ആൻഡമാനിൽ എത്തിയതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കേരള തീരത്ത് എത്തുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടം എത്തിക്കഴിഞ്ഞു. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു സമയമായി കഴിഞ്ഞു. അപ്പൊ നമ്മൾ കരുതേണ്ടത് എന്താണ്? മൺസൂണിന്റെ ശക്തി കുറവാണ് എന്നുള്ളതാണ്. ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഓൺസെറ്റ് ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. കാറ്റിന്റെ ഇത് ശക്തി കുറവാണ്. പിന്നെ മറ്റൊരു പ്രതിഭാസം, അറബിക്കടലിന്റെ ടെമ്പറേച്ചർ 29-30 ഡിഗ്രി ആയിട്ടാണ് തുടരുന്നത്. അതായത് ഇന്ത്യൻ ഓഷ്യന്റെ കേന്ദ്രഭാഗത്തൊക്കെ 29-30 ഡിഗ്രി ഉള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 33-34 ഡിഗ്രി വരെ എത്തിയാണ് ചൂട്. അപ്പൊ അതൊക്കെ നമ്മുടെ മഴയുടെ അളവിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇത്തവണ അതിന്റെ ഒരു ആഘാതം, അതിന്റെ ഒരു സഹായം ഇല്ല. പക്ഷെ എന്നിരിക്കലും കടല് നല്ലപോലെ ചൂടാണ്. 28-29 ഡിഗ്രി അറബിക്കടലിന്റെ ടെമ്പറേച്ചർ ഉണ്ട്. അത് മതി ശരിക്കും. കാരണം ആ ഒരു അത്രയും താപം മതി നമുക്ക് ഇത്രയും മഴ കിട്ടാൻ. പിന്നെ കേരള രാത്രിയിൽ തണുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ മഴ ലഭിക്കാനുള്ള സൂചനകളാണ്. നമ്മളിപ്പോ ഏതായാലും തൽക്കാലം ഈ ഒഫീഷ്യൽ ഡിക്ലറേഷനോട് നിൽക്കട്ടെ, MDD ഡിക്ലറേഷനോട് നിൽക്കട്ടെ. പക്ഷേ നമുക്ക് മൺസൂൺ ലൈക്ക് കണ്ടീഷൻസ്, മൺസൂണിനെ പോലെയുള്ള മഴകൾ കേരളത്തിൽ കിട്ടി എന്ന് നമുക്ക് പറയാവുന്നതാണ്. അത് യാതൊരു കുഴപ്പമില്ല. കാരണം പ്രത്യേകിച്ച് ഇന്ന് രാവിലത്തെ മഴ എന്ന് പറയുന്നത് മൺസൂണിന്റെ നല്ല കനമുള്ള മഴത്തുള്ളികളാണ്. അത് മൺസൂണിന്റെ സ്വഭാവം തന്നെയാണ്. അപ്പൊ മൺസൂൺ പോലെയുള്ള അവസ്ഥകൾ സംജാതമായിരിക്കുന്നു. അത് പക്ഷേ വളരെ വീക്കാണ് എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.